ഇന്നലെ തിരുവനന്തപുരത്ത് സമാപിച്ചിട്ടുമുണ്ട്. പക്ഷെ ആ യാത്രയ്ക്കുണ്ടായിരുന്ന ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് ഓരോ പ്രസ്ഥാനങ്ങളും അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള യാത്രകളായി. പക്ഷെ ആ യാത്രകളിൽ ആ പ്രസ്ഥാനത്തിനോട് എതിരഭിപ്രായമുള്ളവരെ വിമർശിച്ചുകൊണ്ടുള്ള യാത്രകളായി. എന്നാൽ ഉസ്താദിന്റെ യാത്രയിൽ ഒരാളെ പോലും അദ്ദേഹം വിമർശിച്ചിട്ടില്ല. ഒരാളെ പോലും അദ്ദേഹം നോവിച്ചിട്ടില്ല. മുഴുവൻ ഒരേ മുദ്രാവാക്യമായിരുന്നു: ഈ സമൂഹത്തിലുള്ള ഓരോ പൗരനും പരസ്പരം സ്നേഹിക്കണം, വിശ്വസിക്കണം എന്നുള്ള മഹത്തായ ആശയമാണ് കഴിഞ്ഞ 17 ദിവസങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് മുഴങ്ങിക്കേട്ടത്. ഇവിടെ ഈ പ്രതിജ്ഞ ഉസ്താദിലൂടെ ചൊല്ലിത്തന്ന പ്രതിജ്ഞയും അതേ ആശയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെയാണ്. ഏതായാലും ഇനി ഒരു കാര്യം വ്യക്തമാണ്: ഇനി ഉസ്താദിനെ ഒരു തീവ്രവാദിയായി ചിത്രീകരിക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല. കാരണം അദ്ദേഹത്തിന്റെ ഈ മഹത്തായ സന്ദേശം ഈ സമൂഹം ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭമാണിത്. ഒരു ഭാഗത്ത് ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അഴിമതി കൊടികുത്തി വാഴുന്നു, മറുഭാഗത്ത് മദ്യത്തിന്റെ അമിതമായ ഉപയോഗം മൂലം മനുഷ്യന് നന്മ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പിതാവിന്റെ കൈകളിൽ പുത്രിമാർ പോലും സുരക്ഷിതമല്ലാത്ത ഒരു ഭീകരത നിറഞ്ഞൊരു അന്തരീക്ഷത്തിലാണ് ശാന്തിയുടെയും ദൈവത്തിന്റെയും സന്ദേശമായിട്ടുള്ള ഈ യാത്ര. ഈ യാത്ര ഒരു സ്ഥാനമാനം ആഗ്രഹിച്ചുകൊണ്ടുള്ള യാത്രയല്ല, 5-ാമത്തെയോ 6-ാമത്തെയോ സ്ഥാനത്തിനു വേണ്ടിയുള്ള യാത്രയല്ല. മറിച്ച് ഈ സമൂഹത്തിൽ നമ്മളെല്ലാം ഒരുപോലെ ദൈവത്തിനെ വിശ്വസിച്ചുകൊണ്ട് മാനവികതയെ പുണർന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങണം എന്ന് പറയുന്ന യാത്രയാണ്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വർഗീയ സംഘർഷമുണ്ടായി. കോഴിക്കോട് ജില്ലയിലെ മാറാട്. ആ വർഗീയ സംഘർഷം ഉണ്ടായപ്പോൾ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യുമ്പോൾ കുറ്റം ചെയ്തവനെ ശിക്ഷിക്കണം, ആ കുറ്റവാളി ജനിച്ച മതത്തിനെ ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ. ആ എന്നെപ്പോലും ചിലർ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി കൂടെ നിന്നുകൊണ്ട് കുത്തുമ്പോൾ ഉസ്താദിനെ പോലുള്ളവർ, അവരൊക്കെ എന്നും എനിക്ക് നൽകിയ സ്നേഹത്തിനെ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുക. കാരണം ചില സന്ദർഭങ്ങളിൽ ഞാൻ മത്സരിച്ച സമയത്ത് ഉസ്താദിനെ ചിലപ്പോൾ സഹായിച്ചിട്ടുമുണ്ട്, ചിലപ്പോൾ തിരിച്ചും പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊരിക്കലും എന്നോടുള്ള സ്നേഹക്കുറവുകൊണ്ടായിരുന്നില്ല. അതൊക്കെ ചില ആശയങ്ങളിൽ അദ്ദേഹം ഊന്നി നിന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ചിലരുടെ ആശയങ്ങളോടുള്ള എതിരഭിപ്രായം കൊണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ പോലും വ്യക്തിപരമായി എന്നെ വിളിച്ച് ഉപദേശിക്കാനും പോകേണ്ട മാർഗങ്ങളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാനും ഉസ്താദ് അന്നും ഇന്നും ശ്രമിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ എന്നും അദ്ദേഹത്തിനോട് കടപ്പെട്ട ആളുമാണ്. ഏതായാലും ഇവിടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്കൊരു ആശ്വാസമുണ്ട്. ഇനി ഉസ്താദിനെ പറ്റി നല്ല കാര്യങ്ങളൊക്കെ ധൈര്യത്തോടെ പറയാവുന്ന ഒരന്തരീക്ഷം തന്നെ എനിക്ക് സർവശക്തൻ ഒരുക്കി തന്നിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ സഹായത്തോടുകൂടെ. അപ്പൊ ഇനി കാര്യങ്ങൾ പറയുന്ന ആര്യാറിനൊക്കെ നേരത്തെ പറയുന്നതാണ്, പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു സന്ദർഭം ഇപ്പോഴാണ് കിട്ടുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഈ യാത്ര ഇവിടം കൊണ്ട് അവസാനിപ്പിക്കരുത്. പിന്നെ ഉസ്താദിനൊരു കാര്യമുണ്ട്, ഉസ്താദിനെ തലേ ദിവസം വരെ കുറ്റം പറഞ്ഞാലും ഇലക്ഷന്റെ സമയമാകുമ്പോൾ ഉസ്താദിനെ വന്നൊന്ന് കണ്ണീര് കാണിച്ചാൽ അപ്പൊ ഉസ്താദ് ഒന്ന് മാറുന്നൊരു സ്വഭാവം. പക്ഷേ അതുകൊണ്ട് എന്താ ഉണ്ടാവാതെ പിന്നീട് ഇലക്ഷൻ കഴിയുമ്പോൾ ഉസ്താദ് മനസ്സിലാക്കാറുമുണ്ട്. ഇതൊക്കെ ദൈവം നമുക്ക് തരുന്ന ചില സൂചനകളാണ്. ഇതെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സ് ശുദ്ധമായതുകൊണ്ടാണ് ആരും എന്ത് ചെയ്തിട്ട് കേൾക്കാത്തത്. ഇനിയും ആരോഗ്യത്തോടുകൂടെ ഈ സമൂഹത്തിൽ സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ വിത്തുവാകാൻ ഇനിയും ഉസ്താദിന് സർവശക്തൻ ദീർഘായുസ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്